ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിന് എല്ലാവർക്കും ഇനി സൂപ്പർ മാർക്കറ്റ് ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സോസേജ് ആണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എളുപ്പത്തിന് എങ്ങനെ വീട്ടിൽ സോസേജ് ഉണ്ടാക്കാമെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു ചെറിയൊരു റെസിപ്പിയും കൂടെ നമ്മൾ അതുകൊണ്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എപ്പോഴും എടുക്കേണ്ടത്. അപ്പൊ ബോൺലെസ് ചിക്കനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കില്ല ചിക്കൻ കറിക്ക് വേണ്ടി. അപ്പൊ അതിന് നമുക്ക് ദശയുള്ള പീസ് ഇതുപോലെ മാറ്റി വെക്കാം. എന്നിട്ട് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് ചിക്കൻ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതായത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ചെറിയ മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട ശേഷം ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനിപ്പം. ഇപ്പൊ മിക്സിയിൽ നന്നായിട്ട് ഉണ്ടോ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു ബൗളിലേക്ക് ചിക്കൻ അരച്ചത് ചേർക്കാം. ഇപ്പൊ ചിക്കന്റെ പീസെല്ലാം നമ്മൾ അതായത് മിക്സിയിൽ അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ, ഇതിൽ വേണ്ട മസാലാസ് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ. നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നു അതനുസരിച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ വരെ മതി. പിന്നെ പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പറും യൂസ് ചെയ്യാം, അല്ലാതെ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം. അത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീർ ചില്ലി പൗഡറും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പിഞ്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം, ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു ബോളായിട്ട് എടുക്കാം. നമുക്ക് ഓരോ സോസേജിന് വേണ്ട അളവിനനുസരിച്ച്. നമുക്കൊരു 4 എണ്ണം ഇതിൽ കിട്ടും, 4 ബോൾ. ഇനി നമുക്കിതൊന്ന് ആ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പൊ നമുക്ക് ആദ്യമേ ഒരു ബോൾ എടുക്കാം. എന്നിട്ട് നമ്മൾ സോസേജിന്റെ ഒരു ഷേപ്പില്, ആ ഷേപ്പില് അപ്പൊ കുറച്ച് കയ്യിൽ എണ്ണ തടയ്ക്കാൻ മതി, അപ്പൊ ഒട്ടൂല. എന്നിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ സോസേജിന്റെ ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. ഫ്രണ്ട്സ്, ഇപ്പൊ കണ്ടോ കറക്റ്റ് ആ സോസേജിന്റെ ഷേപ്പ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ 4 ചിക്കൻ സോസേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു അലൂമിനിയം ഫോയിൽ എടുക്കാം. അത് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സോസേജ് നമുക്കിതിൽ വെച്ച് നോക്കാം. എന്നിട്ട് ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതായത് 2 സൈഡും കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ഈ അലൂമിനിയം ഫോയില് റോൾ ചെയ്യാം. നല്ല ടൈറ്റ് ചെയ്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഈ സൈഡ് നമ്മൾ രണ്ടും ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള പീസും നമുക്ക് റോൾ ചെയ്തെടുക്കാം.
രണ്ട് സൈഡ് നല്ല ടൈറ്റ് ചെയ്ത് നമുക്ക് വെക്കണം. കണ്ടോ, ഇതേപോലെ ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ 4 നമ്മൾ ഇതേപോലെ ഫോയിലിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ ഞാൻ ആ ടൈം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ വെള്ളം ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മേലായിട്ട്, അതായത് ലോവും ആവരുത് ഹൈയും തീരെ ഹൈയും ആവാത്ത ഒരു ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ്, എനിക്ക് 10 മിനിറ്റ് കൂടിയാണ്. ഇപ്പൊ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന്റെ മൂടി മാറ്റാം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന്, ഇത് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ പീസ് എടുത്ത് നല്ല തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതൊന്ന് കൂളായ ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ തണുത്ത വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് ആറണം. അപ്പോഴാണ് ആ ടെക്സ്ചർ കറക്റ്റ് ആവുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ തണുത്ത നല്ല ഐസ് വെള്ളത്തിലാണ് ഇട്ടേച്ചത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി എടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നാല് പീസും ഇതുപോലെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പൊ ചിക്കൻ സോസേജ് റെഡിയാണ്. ഇനി ഇത് എങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്നാണ് ഞാനൊരു റെസിപ്പി നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചിക്കൻ സോസേജ് ഉണ്ടാക്കാനുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാല ഇതാണ് റെഡിയാക്കാൻ പോണത്. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ കേട്ടോ. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇടുന്നത് ഗരം മസാല പൊടിയാണ്. അത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾ ഇതിലേക്ക് സോസ് ആണ് ഒഴിക്കുന്നത്. ആദ്യം ഒഴിക്കുന്നത് ഓയിസ്റ്റർ സോസ് നമുക്ക് കിട്ടുന്നതാണ് മാർക്കറ്റിൽ. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ. പിന്നെ ഒഴിക്കുന്നത് സോയാ സോസ്, അതും ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചില്ലി സോസ്, അതും ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അതിലേക്ക് തേക്കാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെ തേക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓരോ സോസേജ് എടുത്തിട്ട് പതുക്കെ ഒന്ന് ഇതിന്റെ മേലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പൊ മസാല ഒന്ന് ശരിക്കും പിടിക്കും. നമ്മൾ മീനിന് വരഞ്ഞു കൊടുക്കൂലേ, അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന്, അധികം ഉള്ളിലോട്ട് താഴ്ത്തണ്ട, അല്ലാതെ നമുക്കൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന്, ഈ മസാലയിലേക്ക് നമ്മൾ ഇത് ഓരോ പീസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ മസാല തേച്ച് എല്ലാം എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ 4 സോസേജിലും മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ മുമ്പ് നമ്മൾ എന്താ ചെയ്യണമെന്ന്, സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഇപ്പൊ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കാം. ഇപ്പൊ എന്റെ ഇരിക്കുന്ന വലിയ സ്റ്റിക്കാണ് കേട്ടോ, അപ്പൊ ചെറിയ സ്റ്റിക്കായാലും മതി. ഇത് നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടെ ഒന്ന് കയറ്റി ഇത് സ്റ്റിക്കിലേക്ക് നമുക്ക് വെക്കാം. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റും. സ്റ്റിക്കിൽ വെച്ച് ഫ്രൈ ചെയ്യാം. കണ്ടോ,
ഇതേപോലെ നമുക്ക് എല്ലാത്തിലേക്കും ഒന്ന് സ്റ്റിക്ക് പിടിപ്പിക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ 4 പീസും ഇതേപോലെ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പരന്ന ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് കൂടുതലും കറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഓരോ സ്റ്റിക്ക് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ എടുക്കെടുക്ക് ഓരോ സൈഡ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഞാനിപ്പോ ഓരോ സൈഡ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നു. കണ്ടോ, അപ്പൊ ചിക്കൻ സോസേജ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അല്ലേ വീട് മൊത്തം ആ ഒരു നല്ലൊരു സ്മെല്ല് കൊണ്ട് നിറഞ്ഞ്. പ്രത്യേകിച്ച് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു സോസില്ല, ഓയിസ്റ്റർ സോസ്, അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം, ആരും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ചിക്കൻ സോസേജ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയില്ലാത്തവർ പഠിക്കുകയും ചെയ്തു. ഒപ്പം അത് എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റി. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അധികം ആരും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. എല്ലാവരും നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയ ഫ്രൈ ചെയ്യെങ്കിലേ. അപ്പൊ ഇതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ വേറെ നമ്മുടെ വീടുകളിലെ എല്ലാ സംഭവവും തന്നെ ആ ഓയിസ്റ്റർ സോസ് മാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം. മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും വേണം, കമന്റ് ബോക്സിൽ അഭിപ്രായം ഇടുകയും വേണം. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെയും ബൈ ഫ്രണ്ട്സ്.